നമ്മുടെ വീടുകളിലെ എലിശല്യം വരുമ്പോൾ നമ്മളെല്ലാവരും എലിവിഷവും അല്ലെങ്കിൽ അതിന് പ്രതിവിധിയായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗവും. അത്തരത്തിലുള്ള എലിവിഷം മൂലം നിങ്ങളുടെ സ്വന്തം ജീവൻ തന്നെ ഇല്ലാതാകുന്നതിന് കാരണമാകുന്ന പല പ്രക്രിയകളും ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. എലിവിഷം തളിച്ച് അതിന്റെ വായു ശ്വസിച്ച ഒരു കുടുംബത്തിലെ 4 പേരാണ് ഇപ്പോൾ മരണത്തോട് മല്ലടിക്കുന്നത്. ആ കുടുംബത്തിലെ 2 കുട്ടികൾക്ക് ഇപ്പോൾ ദാരുണാന്ത്യവും സംഭവിച്ചിരിക്കുകയാണ്. ചെന്നൈയിൽ എലിവിഷം വെച്ച മുറിയിൽ കിടന്നുറങ്ങിയ 2 കുരുന്നുകൾക്കാണ് ഇത്തരത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചത്. കുന്ദ്രത്തൂരിലാണ് ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. 6 വയസ്സുകാരിയായ വിശാലിനിയും 1 വയസ്സുള്ള സായി സുദർശനുമാണ് ഇന്നലെ മരിച്ചത്. ഇവരുടെ അച്ഛനമ്മമാരായ ഗിരിധരൻ, പവിത്ര എന്നിവർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ നിൽക്കുകയാണ്. ബാങ്ക് മാനേജരായ ഗിരിധരൻ വീട്ടിൽ എലിശല്യം രൂക്ഷമായതോടെ കീടനാശിനി കമ്പനിയുടെ സഹായം തേടിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിലെത്തിയ കമ്പനി ജീവനക്കാർ എലിവിഷം പലയിടത്തായി പൊടിച്ചിട്ടു. രാത്രിയിൽ AC പ്രവർത്തിപ്പിച്ച് കിടന്നുറങ്ങിയ 4 പേരും രാവിലെയോടെ അവശനിലയിൽ ആവുകയായിരുന്നു. സുഹൃത്തുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ തന്നെ കുട്ടികളുടെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. കമ്പനി ഉടമ ഒളിവിലാണെന്ന് സൂചന നൽകിയിട്ടുണ്ട്. എന്തു കാരണത്താലാണ് മരണം സംഭവിച്ചത് എന്നുള്ള കാര്യമെല്ലാം നമുക്ക് വ്യക്തമായിട്ടുണ്ട്. എലിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി എലിവിഷം വീടിന്റെ മുകളിൽ തളിക്കുകയും അത് ശ്വസിക്കുകയും ചെയ്തതാണ് ഇവരുടെ മരണത്തിന് കാരണമായത്. കൊച്ചുകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ദാരുണാന്ത്യം സംഭവിച്ചതിൽ വളരെയേറെ വേദനാജനകമായ കാര്യം തന്നെയാണ്. നമ്മൾ ഇതിനകം തന്നെ ഇതിനെല്ലാം ഒരു ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള കീടനാശിനി പ്രയോഗം നമ്മുടെ ഓരോരുത്തരുടെ ജീവനും വളരെയേറെ വില നൽകേണ്ടി വരുമെന്നത് നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കേണ്ടത് അത്യാവശ്യമാണ്.